ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിയാണോ എന്ന് ചോദിച്ചാൽ രേണുസുതിയുടെ ചില ചെയ്തികളെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് രേണുസുതിക്ക് പണ്ട് ആരും തുണയില്ലായിരുന്ന ഒരു സമയം, നിലാരംഭയായി കഴിഞ്ഞിരുന്ന ഒരു സമയത്ത്, സുതി മരണപ്പെട്ട് അവർക്ക് സ്വന്തമായ ഒരു കിടക്കാടം ഇല്ലാതിരുന്ന സമയത്ത് ഈ 24ഉം അതുപോലെ മറുനാടൻ സാജനും തുടങ്ങി ഒരുപാട് പേര് മുമ്പോട്ട് വന്ന് അവർക്ക് ഒരു വീട് തയ്യാറാക്കി കൊടുക്കാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് വന്നപ്പം അവരെ ഒന്നും നോക്കാതെ തൻ്റെ സ്വന്തം സ്ഥലമായ വസ്തുവിൽ നിന്നും 7 സെന്റ് വസ്തു കൊടുത്ത് സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ ഫാദർ. ആകപ്പാട് അദ്ദേഹം ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ രേണുസുതിക്ക് വീട് വെക്കാൻ വേണ്ടി ഇച്ചിരി വസ്തു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ പേരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അയാൾ ക്രൂശിക്കുന്നത്? ഉപകാരം ചെയ്തു കൊടുത്ത ആർക്കാണോ ആ വ്യക്തി തന്നെയാണ് പുള്ളി എന്ന് ക്രൂശിക്കുന്നത്. കയ്യാലപ്പുറത്തിരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ച അവസ്ഥയാണ് ഈ പറയുന്ന അച്ഛൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പോൾ ഈ രേണുസുതിയുടെ കൂട്ടുകാരിയായ സജീന എന്ന് പറയുന്ന വ്ളോഗർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അവരുടെ വ്ളോഗിൽ വന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെതിരായിട്ടുള്ള വലിയൊരു ബോംബ് ഒരു വീഡിയോ തയ്യാറാക്കി, വോയിസ് ക്ലിപ്പ് തയ്യാറാക്കി വെച്ചപ്പോൾ ഉണ്ട് എന്നുള്ളതൊക്കെ രീതിയിൽ. അത്തരത്തിലൊക്കെ വൈദികനായ ഈ ഒരു പുള്ളിയെക്കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവർ പുറത്തു വിടുമ്പോൾ പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഏതാണ്ട് അവരെ വശത്തുണ്ട് എന്നല്ല ചിന്തിക്കത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും വിഷമം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. ആരും സ്കിപ്പ് അടിച്ച് പോകരുത്, അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് വെച്ചാലും അതും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വിഷമത്തോടാണ് ഇപ്പോൾ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ രേണുസുതിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. ഞാൻ ആരാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാണ്. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണുസുതിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന തിരുമേനിക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല, അവർ വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എന്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എന്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണോ. അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എന്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എഴുതിയില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വരെ രേണുസുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിന്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലായിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗറുണ്ട്. ആ ലേഡി വ്ളോഗർ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ പല കേസ് നിൽക്കുന്നുണ്ടാണ്. ഞാൻ അവർ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് അവർ പേര് പുറത്ത് പറയേണ്ടതാണ്. ഞാൻ അവർ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗനസ്റ്റ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനപ്രയാസപ്പെടുന്നത്. ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട്. സ്വന്തം ചാനലിലുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവർ, വ്യക്തികളായിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ, അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു, അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു. എനിക്ക് ഇതിനകത്തൊന്നും ഒരു വരുമാനമില്ല. ഞാൻ ആ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിന് സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്. അവർ എന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണുസുതിക്ക് വേണ്ടിയിട്ട് രേണുസുതിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ്. അവർ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം.
എന്നെ വിട്ടേക്കാൻ പറയൂ, പ്ലീസ് എന്നെ വിട്ടേക്കാൻ പറയൂ. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവരെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തി ഇപ്പം മാനസികമായി ആ വ്യക്തിയുടെ കുടുംബവും ഇപ്പോൾ വളരെയധികം വിഷമിക്കുകയാണ്. എൻ്റെ പൊന്ന് രേണുസുതി, നിങ്ങൾക്ക് ആ വീടും വസ്തുവും വേണ്ടെങ്കിൽ ആ ഫിറോസ്ക്കാക്ക് ആ വീട് തിരിച്ചു കൊടുക്കുകയും വസ്തു അച്ഛന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്കല്ല തന്നത്, നിങ്ങളുടെ പിള്ളേർക്കാണ് തന്നത്. എങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ സഹായിച്ചവരൊക്കെ എതിരെ തിരിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പം വലിയ കാശ് കാണും, സോഷ്യൽ മീഡിയ വലിയ ആളായിരിക്കും. ഇതൊന്നും അല്ലായിരുന്ന കാര്യത്ത് സഹായിച്ചവരാണല്ലോ ഇവരെല്ലാം. അവരെല്ലാം ഇപ്പം നിങ്ങൾക്ക് കുറ്റക്കാരാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലങ്ങൾ തിരിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് പറ്റിയ ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങൾ ജീവിക്കും, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നിങ്ങളെ സഹായിച്ചവരെ ദയവ് ചെയ്ത് നിങ്ങൾ ഉപകാരമൊന്നും ചെയ്തു കൊടുത്തില്ലേലും ഉപദ്രവിക്കല്, അത്രേ പറയാനുള്ളൂ. കാരണം നാളെ ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് അവരുടെ നഷ്ടപ്പെടുത്തുവാണ് നിങ്ങൾ കാരണം. അപ്പം ഞാനാണെങ്കിലും ഉൾപ്പെടെയുള്ളവരും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നാൽ ബാക്കിയുള്ളവരെ ഇനി സഹായിക്കാൻ പോകത്തില്ല. എന്തിനാ വടി കൊടുത്ത് അടി മേടിക്കുന്നത് ചിന്തിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു രേണുസുതി, ഇതൊന്ന് അവസാനിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ടോപ്പിക്കുമായി വീണ്ടും കാണാം. പറയുന്നു, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക.